Dear students, next we are going to study about from fibers to wool. For obtaining wool, sheep are reared. Their hair is cut and processed into wool. Let us learn about this process. അപ്പോൾ ഊള് ലഭിക്കണമെങ്കിൽ നമുക്ക് ഷീപ്പിനെ റിയർ ചെയ്ത് ഷീപ്പിനെ എന്താണ് അവരെ വളർത്തി അവരുടെ രോമങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഊള് എടുക്കുന്നത്. അപ്പോൾ അതിന് എന്താണ് ഷീപ്പിൻ്റെ ഹെയർ കട്ട് ചെയ്യുക, അതിനെ ഊളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. First, rearing and breeding of a sheep. If you travel to the hills in Jammu and Kashmir, Himachal Pradesh, Uttaranchal, Arunachal Pradesh and Sikkim, or the plains of Haryana, Punjab, Rajasthan and Gujarat, you can see shepherds taking their heads of sheep for grazing. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങൾ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ, അരുണാചൽ പ്രദേശ്, സിക്കിം, ദ പ്ലെയിൻസ് ഓഫ് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ആട്ടിടയന്മാർ അവരുടെ ആടുകളെ പുല്ല് മേയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. ഷീപ്പ് ആർ ഹെർബിവോറസ് ആൻഡ് പ്രിഫർ ഗ്രാസ് ആൻഡ് ലീവ്സ്. ഷീപ്സ് എന്താണ് ഹെർബിവോറസ് ആണ്, അപ്പോൾ അവ എന്താണ് ഗ്രാസും ലീവ്സും ആണ് കഴിക്കുന്നത്. Apart from grazing, sheep rears also feed them on a mixture of pulses, corn, jowar, oil cakes and minerals. അപ്പം അവയ്ക്ക് ഈ ഗ്രാസും ലീവ്സും കൂടാതെ അവയ്ക്ക് എന്താണ് കൊടുക്കുന്നത്, വേറെ പൾസസും കോൺ, ജോവർ, ഓയിൽ കേക്ക്സ് ആൻഡ് മിനറൽസിൻ്റെ ഒക്കെ ഒരു മിക്സ്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഷീപ്പിന് കൊടുക്കുന്നുണ്ട്. In winter, sheep are kept indoors and fed on leaves, grain and dry food. അപ്പോൾ ഇവയെ വിൻ്റർ സീസണിലാണെങ്കിൽ ഇവയെ അവരുടെ കൂട്ടിനകത്ത് തന്നെ ഇട്ട് അവയ്ക്ക് അവയ്ക്ക് ആവശ്യമായ ലീവ്സും അതുപോലെ തന്നെ ഗ്രെയിനും ഡ്രൈ ഫുഡറും ഒക്കെ കൊടുക്കുന്നു. ദെൻ ഷീപ്പ് ആർ റിയർഡ് ഇൻ മെനി പാർട്സ് ഓഫ് അവർ കൺട്രി ഫോർ ഊൾ. നമ്മുടെ കൺട്രിയുടെ പല ഭാഗത്തായി ഷീപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഊളിന് വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്. Table 3.1 gives the names of some breeds of sheep reared in our country for producing wool. Wool പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൺട്രിയിൽ വളർത്തുന്ന കുറച്ച് ഷീപ്സിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് ടേബിൾ 3.1. The quality and the texture of the fibers obtained from them is also indicated in the table. അവയിൽ നിന്ന് എടുക്കുന്ന ആ ഊളിൻ്റെ ക്വാളിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. Name of the breed first, then second one is quality of wool, third one state where they found. അവ എവിടെയാണ് കാണുന്നത്. ഫസ്റ്റ് നെയിം ഓഫ് ദ ബ്രീഡ് ലോഹി. എങ്ങനെയാണ് അവയുടെ ഊളെന്ന് പറയുന്നത്, ഗുഡ് ക്വാളിറ്റി ഊളാണ്. എവിടേക്കാണ് കാണുന്നത്, രാജസ്ഥാൻ, പഞ്ചാബ്. ദെൻ രാംപൂർ ബുഷ്ഹയർ എവിടെയാണ്, അവയുടെ ക്വാളിറ്റി ഊളിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ബ്രൗൺ ഫ്ലീസ് ആണ്. ദെൻ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്. ദെൻ നാലി എങ്ങനെയാണ്, കാർപ്പറ്റ് ഊളാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ഊളെന്ന് കാർപ്പറ്റ് ഊളാണ്. അവ എവിടേക്കാണ്, രാജസ്ഥാൻ, ഹരിയാന ആൻഡ് പഞ്ചാബ്. ദെൻ ബഖർവാൾ ഫോർ ഉള്ളൻ ഷോൾസ്, ജമ്മു ആൻഡ് കാശ്മീർ. ദെൻ മർവാരി കോഴ്സ് ഊൾ, ഗുജറാത്ത്. ദെൻ പതൻവാദി ഫോർ ഹോർസെ, ഗുജറാത്ത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് ഷീപ്പ്, ഇന്ത്യയിലെ ഷീപ്സിൻ്റെ ബ്രീഡ്സ് എന്ന് പറയുന്നത്. Then certain breeds of sheep have a thick coat of hair on their body which yields good quality in large quantities. അപ്പോൾ ചില ബ്രീഡ് അവയ്ക്ക് തിക്ക് കോട്ട് ഓഫ് ഹെയർ ആയിരിക്കും അവയുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. അതെന്താണ്, നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ഊളും നമുക്ക് തരുന്നു. Then as mentioned earlier, these sheep are selectively bred with one parent being one sheep of good breed. അപ്പോൾ ഇവ എങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടാണ് ഓരോ ഷീപ്പിൽ നിന്നും സെലക്ട് ചെയ്തത്, അതായത് നമുക്ക് നല്ല ബ്രീഡ് തരുന്നത്, നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് ഊള് തരുന്ന അങ്ങനെയുള്ള ഷീപ്പിനെ തന്നെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ഷീപ്സിനെ ഉണ്ടാക്കുന്നത്. Once the reared sheep have developed a thick growth of hair is shaved for getting wool. അപ്പോൾ ഒരിക്കൽ ആ ഷീപ്പിന് നല്ല ഊളല്ല, ആ ഷീപ്പിന് നല്ല തിക്ക് ഗ്രോത്ത് ഓഫ് ഹെയർ ഉണ്ടായി അവ എന്ത് ചെയ്യും, ഊളിന് വേണ്ടി നല്ല തിക്ക് ഗ്രോത്ത് വന്നതിന് ശേഷമേ ഊളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഷേവ് ചെയ്ത് എടുക്കത്തുള്ളൂ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്രോസസ്സിംഗ് ഫൈബേഴ്സ് ഇൻ ടു wool. The wool which is used for knitting sweaters or for weaving shawls is the finished product of a long process which involves the following steps.
അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് നിറ്റിങ് തുന്നിയ സ്ട്രെറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഷോൾസ് ആണെങ്കിലും ഇവയൊക്കെ എന്ന് പറയുന്നത് എന്താണ് ഒരു ലോങ് പ്രോസസ്സിൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, the fleece of the sheep along with a thin layer of skin is removed from its body. ആ ഷീപ്പിൻ്റെ ബോഡിയിൽ തന്നെയുള്ള എന്താണ് ആ സ്കിന്ന് എന്ത് ചെയ്യും, സ്കിന്നിൻ്റെ അടുത്തുള്ള ആ ഹെയർ തൊട്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഷിയറിങ്. ഈ പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്, ഷിയറിങ് എന്ന് പറയുന്നത്. മെഷീൻസ് സിമിലർ ടു ദോസ് യൂസ്ഡ് ബൈ ബാർബേഴ്സ് ആർ യൂസ്ഡ് ടു ഷേവ് ഓഫ് ഹെയർ. യൂഷ്വലി ഹെയർ ആർ റിമൂവ്ഡ് ഡ്യൂറിങ് ദ ഹോട്ട് വെതർ. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ബാർബർ ഷോപ്പിൽ ബാർബേഴ്സ് യൂസ് ചെയ്യുന്ന അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള മെഷീൻസാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഷീപ്പിൻ്റെ ആ എന്താണ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂഷ്വലി ഹെയർ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്, ഡ്യൂറിങ് ഹോട്ട് വെതറിലാണ് റിമൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? This enables sheep to survive without their protective coat of hair. അപ്പോൾ ആ സമയത്ത് ഷീപ്പിന് എന്ത് അവയുടെ പ്രൊട്ടക്റ്റീവ് കോട്ടിൽ നിന്നും കുറച്ചുകൂടി നിലനിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഈ തണുപ്പ് കാലത്ത് അവയുടെ സ്കിൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ തണുപ്പിനെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഹോട്ട് സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ സ്കിന്ന് റിമൂവ് ചെയ്യുന്നത്. ദെൻ ദ ഹെയർ പ്രൊവൈഡ് ഉള്ളൻ ഫൈബേഴ്സ്. ഈ ഹെയറാണ് നമുക്ക് ഉള്ളൻ ഫൈബേഴ്സ് തരുന്നത്. Woolen fibers are then processed to obtain woolen yarn. Woolen ഫൈബേഴ്സിനെ then എന്ത് ചെയ്യും, ഉള്ളൻ yarn ആയിട്ട് പ്രോസസ്സ് ചെയ്യും. Shearing does not hurt the sheep just as it does not hurt when you get a hair or your father shaves this breed. അപ്പോൾ എന്താണ് ഷിയറിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ആടിന് എന്ത് ചെയ്യില്ല, ചെമ്മരിയാണ് ഒരിക്കലും വേദന ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹെയർ, നമ്മുടെ തലമുടി കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ ആ ബിയർഡ് എന്ത് ചെയ്യുന്നത്, ഷേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ആടിനും എന്ത് ചെയ്യുന്നത്. ഡു യു നോ വൈ? എന്തുകൊണ്ടായിരിക്കും അവർക്ക് വേദനിക്കാത്തത്? ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ ഈസ് ഡെഡ്. നമ്മുടെ അപ്പർ മോസ്റ്റ് ഹെയർ, നമ്മുടെ ഈ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഹെയർ, അതുപോലെ ആ ഹെയർ വരുന്ന ആ ഭാഗം, നമ്മുടെ മുകളിൽ കാണുന്ന സ്കിൻ എന്ന് പറയുന്ന ഡെഡ് സെൽസ് ആണ്. Also, the hair of the sheep grow again just as your hair grows. നമ്മുടെ മുടി വളരും പോലെയാണ് ഇത് ആടിൻ്റെ ഹെയർ വളരുന്നത്. Then step 2, the sheared skin with the hair is thoroughly washed in tanks to remove grease, dust and dirt. This is called scouring. Nowadays scouring is done by machines. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എടുത്ത ഹെയറിനെ എന്ത് ചെയ്യും, നന്നായിട്ട് ടാങ്കിലിട്ട് എന്ത് ചെയ്യും, വാഷ് ചെയ്യും. thoroughly means continuously വാഷ് ചെയ്യും. എന്തിനാണ്? ടു റിമൂവ് ദ ഗ്രീസ്, ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. അപ്പോൾ അതിനകത്ത് ധാരാളം ഡേർട്ടും അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ nowadays നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്താണ്, മെഷീൻസാണ് ഇത് ചെയ്യുന്നത്. Then step 3, after scouring sorting is done. സ്കൗറിങ്ങിന് ശേഷം സോർട്ടിങ് ചെയ്യും. The hairy skin is sent into a factory where hair of different textures are separated or sorted. അപ്പം അതെന്ത് ചെയ്യും, അത് പല തരത്തിലുള്ള ഹെയർ ഉണ്ട്. അപ്പോൾ അവയെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടെക്സ്ചർ ഒരു എന്താണ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്തെടുക്കും. Then step 4, the small fluffy fibers called burrs are picked out from the hair. അതിൽ സ്മോൾ ഫ്ലഫി ഫൈബേഴ്സ് മീൻസ് എന്താണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. അവയെ എന്ത് ചെയ്യും, അവയാണ് ബർസ് എന്ന് പറയുന്നത്. ഇവയെ എന്ത് ചെയ്യും, അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ദെൻ ദീസ് ആർ ദ സെയിം ബർസ് വിച്ച് സംടൈംസ് അപ്പിയർ ഓൺ യുവർ സ്വെറ്റേഴ്സ്. നമ്മുടെ സ്വെറ്ററിൽ കാണുന്ന ആ ചെറിയ ചെറിയ നൂല് പോലത്തേത് നമ്മൾ കാണാറുണ്ട്. അതാണ് ഈ ബർസ് എന്ന് പറയുന്നത്. ദ ഫൈബേഴ്സ് ആർ സ്കൗർഡ് അഗെയിൻ ആൻഡ് ഡ്രൈഡ്. എന്നിട്ട് അവയെ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും അവയെ വാഷ് ചെയ്യും, എന്നിട്ട് ഉണക്കിയെടുക്കും. ദിസ് ഈസ് ദ ഊൾ റെഡി ടു ബി ഡ്രോൺ ഇൻ ടു ഫൈബേഴ്സ്. ഈ ഊൾ എന്താണ്, ഫൈബർ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. ദെൻ step 5, the fibers can be dyed in various colors. ഫിഫ്ത്ത് സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം സോർട്ട് ചെയ്ത് ആ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതെല്ലാം മാറ്റി എല്ലാം ഡിഫറെൻ്റ് ആക്കി വെച്ചതിന് ശേഷം ഇവയെ എന്ത് ചെയ്യും, വേരിയസ് കളേഴ്സ് ഡൈയിൽ എന്ത് ചെയ്യും, ഇവയെ ഡിപ്പ് ചെയ്യും. As the natural fleece of sheep and goats is black, brown or white. അവയുടെ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ് ഇവയാണ്. ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഡൈയിൽ മുക്കും. അതായത് ഡൈയിൽ മുക്കുമ്പോഴത്തേക്കും കളർ ചേഞ്ച്. ഇപ്പം ഗ്രീൻ ഡൈയിലാണെങ്കിൽ ഗ്രീൻ കളറാവും ആ ഫ്ലീസിന്. ദെൻ
അതുപോലെ തന്നെ പിങ്ക് ആണെങ്കിൽ പിങ്ക്, അങ്ങനെ ഡൈയിൽ മുക്കുമ്പോഴത്തേക്കും കളർ ചേഞ്ച് വരും. Then last step, step 6, the fibers are straightened and combed and rolled into yarn. The longer fibers are made into wool for sweater and the shorter fibers are spun and woven into woolen cloth. അപ്പോൾ ഇവ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ചെയ്ത് കോംബ് ചെയ്ത് എന്ത് ചെയ്യും, റോൾ ചെയ്ത് യാൺ ആക്കി മാറ്റുന്നു. അതിൽ ലോങ്ങർ ഫൈബേഴ്സിനെ വൂൾ സ്വെറ്റേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഷോർട്ടർ ഫൈബേഴ്സിനെ സ്പൺ, അവയെ ചുരുട്ടി എന്താണ് വൂളൻ ക്ലോത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ ഊളിനെ ഒരു ഊളിനെ ഫൈബറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. 6 സ്റ്റെപ്പ് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഒക്കുപേഷണൽ ഹസാർഡ്. അപ്പം ഈ തൊഴിൽ രംഗത്ത്, അതായത് ഇപ്പം നമ്മുടെ ഈ ഷീപ്പിനെ ഇങ്ങനെ ഇത്രയും പ്രോസസ്സ് ചെയ്തെടുത്തു, അപ്പോൾ അതിൽ എന്തൊക്കെ അവിടെ ചെയ്യുന്ന വർക്കേഴ്സിന് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഉണ്ടാകുന്നത്. Wool industry is an important means of livelihood for many people in our country. നമ്മുടെ കൺട്രിയിൽ തന്നെ ധാരാളം ആൾക്കാർക്ക് വളരെയധികം തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വൂൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. But sorters' job is risky as sometimes they get infected by a bacterium, anthrax, which causes fatal blood disease called sorters disease. പക്ഷേ സോർട്ടേഴ്സിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കിയാണ് ചില സമയത്ത്. കാരണം അവയ്ക്ക് ഈ ആനിമൽസിൽ ഒരു തരം ബാക്ടീരിയ ഉണ്ട്, ആന്ത്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ ഫേറ്റൽ ബ്ലഡ് ഡിസീസിന് കാരണമാകും. എങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്, സോർട്ടേഴ്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാറ്റൽ ബ്ലഡ് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ആർ ബി സിയുടെ കൗണ്ട് കുറയ്ക്കുന്ന ഒരു ഡിസീസാണ് ഫാറ്റൽ ബ്ലഡ് ഡിസീസ്, അതിന് കാരണമാകും. Such risk faced by workers in any industry are called occupational hazards. അപ്പം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഒക്കുപേഷണൽ ഹസാർഡ്സ് എന്ന് പറയും. ഓക്കെ.